ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാവലാളായ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പെങ്ങുമില്ലാത്ത വിധം ഇപ്പോൾ പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പാക്കാനുള്ള ഉപകരണമായി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജ്ഞാനേഷ് കുമാർ മാറിയെന്ന ഗുരുതര ആരോപണമാണ് രാജ്യം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായി ജ്ഞാനേഷ് കുമാറിനെ തൽസ്ഥാനത്തു നിന്നും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ലോകസഭയിലെയും രാജ്യസഭയിലെയും 193 പ്രതിപക്ഷ എംപിമാർ ചേർന്ന് പാർലമെന്റിൽ സംയുക്തമായി നോട്ടീസ് നൽകിയിരിക്കുകയാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമന പ്രക്രിയ ഒട്ടും സുതാര്യമല്ലെന്നും 2025 ഓഗസ്റ്റിൽ രാഹുൽ ഗാന്ധിയെ ലക്ഷ്യമിട്ട് അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനം തീർത്തും പക്ഷാപാതപരമാണെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഭരണകക്ഷിയോടും പ്രതിപക്ഷത്തോടും വിവേചനപരമായ സമീപനമാണ് കമ്മീഷൻ സ്വീകരിക്കുന്നതെന്നും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ക്രമക്കേടുകൾ അന്വേഷിക്കുന്നത് അദ്ദേഹം തടസ്സപ്പെടുത്തിയെന്നും തുടങ്ങി 6 കുറ്റാരോപണങ്ങളാണ് നോട്ടീസിൽ വ്യക്തമായും പറയുന്നത്. ഇതിലെ ഏറ്റവും ഗൗരവകരമായ ആരോപണം വോട്ടർ പട്ടികയിലെ അസ്വാഭാവികമായ തിരുത്തലുകളെ കുറിച്ചാണ്. കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കനുസൃതമായി വോട്ടർ പട്ടിക സമഗ്ര പരിഷ്കരണം അഥവാ SIR നടപ്പാക്കിയതിലൂടെ വൻതോതിൽ വോട്ടർമാരെ അയോഗ്യരാക്കിയെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ബീഹാറിൽ മാത്രം 65 ലക്ഷം വോട്ടർമാരെയാണ് പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത്. പശ്ചിമ ബംഗാളിലും സമാനമായ രീതിയിൽ 58 ലക്ഷം വോട്ടർമാരെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. ഇത് പ്രതിപക്ഷത്തെ തുടച്ചു നീക്കി NDAയുടെ വിജയത്തിന് ആക്കം കൂട്ടുന്നുവെന്നാണ് നോട്ടീസിലെ ആരോപണം. ബീഹാർ തിരഞ്ഞെടുപ്പിൽ നാം ഇത് കണ്ടതുമാണ്. വോട്ടർ പട്ടിക പുതുക്കലിലൂടെ പൗരത്വത്തെ സംബന്ധിച്ച് കമ്മീഷൻ സ്വീകരിച്ച നിലപാട് രാജ്യവ്യാപകമായി NRC നടപ്പാക്കണമെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രഖ്യാപനവുമായി ചേർന്ന് പോകുന്നതാണെന്ന വിമർശനം എംപിമാർ ഉന്നയിക്കുന്നുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ ലക്ഷക്കണക്കിന് ആളുകളുടെ വോട്ടവകാശം ബംഗാളിൽ ഉൾപ്പെടെ ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ മാറ്റുക എന്നാൽ ഒരു സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിന് സമാനവും സങ്കീർണവുമായ ഇംപീച്ച്മെന്റ് നടപടികളിലൂടെയാണ് കടന്നുപോകേണ്ടി വരിക. പാർലമെന്റിന്റെ ഇരുസഭകളും ഈ നോട്ടീസ് അംഗീകരിച്ചാൽ ലോക്സഭാ സ്പീക്കറും രാജ്യസഭാ ചെയർമാനും ചേർന്ന് പ്രത്യേക സമിതി രൂപീകരിക്കും. സുപ്രീം കോടതി ജഡ്ജിയും നിയമവിദഗ്ധരുമടങ്ങുന്ന ഈ സമിതിക്ക് മുന്നിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് തന്റെ ഭാഗം ന്യായീകരിക്കാനും അവസരമുണ്ടാകും. സമിതിയുടെ റിപ്പോർട്ട് സഭയിൽ വെച്ചാൽ മാത്രമേ ഇംപീച്ച്മെന്റ് ചർച്ചകൾ ആരംഭിക്കുകയുള്ളൂ. തുല്യ അവസരങ്ങൾ നൽകിയുള്ള തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ ആത്മാവാണെന്നിരിക്കെ ഭരണകൂടത്തിന്റെ താൽപര്യങ്ങൾക്കൊപ്പം കമ്മീഷൻ സഞ്ചരിക്കുന്നുവെന്ന ആരോപണം ഗുരുതരമാണ്.